എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്ന വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക? ദേ ആർ ദ ഹൈപ്പോത്തറ്റിക്കൽ ലൈഫ് വിച്ച് മേ occur outside Earth and which did not originate on Earth. എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്നതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു: ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ ലൈഫ്. അതായത് ഭൂമിയിൽ ഉത്ഭവിച്ചത് അല്ലാതെ ഭൂമിക്ക് പുറത്തായി മറ്റ് ഗാലക്സികളിലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഗാലക്സിയിലോ ഭൂമിയെപ്പോലെയുള്ള ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാം എന്നുള്ള ഹൈപ്പോത്തസിസിനെയാണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സച്ച് ലൈഫ് might range from simple prokaryotes to intelligent beings and even sapient beings, possibly bringing forth civilizations. ഇങ്ങനെ ഭൂമിക്ക് വെളിയിൽ കാണാൻ സാധ്യതയുള്ള ജീവജാലങ്ങളിൽ പ്രോകാരിയോട്സ്, പ്രിമിറ്റീവായിട്ടുള്ള ഏകകോശ ജീവികൾ മുതൽ ഇൻ്റലിജൻറ്റ്, ബുദ്ധിപരമായി വികാസം പ്രാപിച്ച ജീവജാലങ്ങൾ വരെ കാണാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതായത് ഫോർത്ത് സിവിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ സിവിലൈസേഷൻ ഓർ ദ ബീയിങ്സ് ക്യാൻ കൺട്രോൾ എനർജി അറ്റ് ദ സ്കെയിൽ ഓഫ് ഇറ്റ്സ് എൻ്റയർ ഹോസ്റ്റ് യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ നിശബ്ദമായിരിക്കുന്ന അല്ലെങ്കിൽ ഊർജ സ്രോതസ്സുകൾ, ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ എന്നിവ നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ കാണാൻ കഴിയാത്ത പ്രപഞ്ചത്തിലെ ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഊർജത്തെ ഉപയോഗിക്കാൻ കഴിയുന്ന നാലാം സിവിലൈസേഷനിൽ തലമുറയിൽപ്പെട്ട ജീവജാലങ്ങൾ വരെ കാണാം എന്ന് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ കുറിച്ച് മനുഷ്യൻ വിശ്വസിക്കുന്നു. വിച്ച് മൈറ്റ് ബി ഫാർ മോർ അഡ്വാൻസ്ഡ് ദാൻ ഹ്യൂമാനിറ്റി. ഇങ്ങനെ കാണപ്പെടുന്ന ജീവജാലങ്ങൾ മനുഷ്യൻ നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തമായി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവജാലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനെ പോലെയുള്ള ജീവിവർഗങ്ങൾ കാണാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ ഒരു ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് മായൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട കാർവിങ്സിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റാത്ത ലിപികളുള്ള മായൻ സിവിലൈസേഷൻ്റെ എക്സവേഷൻ നടത്തിയ അല്ലെങ്കിൽ മായൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. അപ്പോൾ ഇത് നമ്മളുടെ സങ്കല്പത്തിലൊക്കെയുള്ള പറക്കും തളികൾ പോലെയുള്ള രൂപസാദൃശ്യമുള്ള ചിത്രമാണ്. അപ്പോൾ മായൻ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മായൻ സിവിലൈസേഷൻ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ജീവജാലങ്ങളാണെന്നാണ് അല്ലെങ്കിൽ മനുഷ്യ വർഗമാണെന്ന് കണക്കാക്കി പോയിരുന്നു. അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ധാരാളം വിശദാംശങ്ങൾ നമ്മളുടെ മായൻ സിവിലൈസേഷൻ എക്സവേഷനിലൂടെ നമുക്ക് ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം മിത്തുകൾ അടങ്ങിയതാണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്നതിനെ സംബന്ധിച്ച് നിലനിൽക്കുന്ന അഭ്യൂഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി ആസ്ട്രോബയോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഓറിജിൻ, എവല്യൂഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ലൈഫ് ഇൻ ദ യൂണിവേഴ്സ്. ഇങ്ങനെ പ്രപഞ്ചത്തിൽ ജീവജാലങ്ങളുടെ ഉത്ഭവം, അതെവിടെയൊക്കെ കാണപ്പെടുന്നു, അത് കാണാനുള്ള സാധ്യതകൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ആസ്ട്രോബയോളജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജീവൻ്റെ അടിസ്ഥാനപരമായി ജീവൻ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം. അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും ജീവൻ മറ്റ് ഗ്രഹങ്ങളിൽ നിലനിൽക്കാൻ സാധ്യത ഉള്ളത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കതിൻ്റെ ബയോകെമിക്കൽ ബേസിസ് എന്താണെന്ന് നോക്കാം. ലൈഫ് ഓൺ എർത്ത് റിക്വയർസ് വാട്ടർ ആസ് സോൾവെന്റ് ഇൻ വിച്ച് ബയോകെമിക്കൽ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ്. ഭൂമിയിൽ ജീവൻ നിലനിന്ന് പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ജീവൻ ഉത്ഭവിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ജലമാണ്. ജലം ധാരാളം പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയ അല്ലെങ്കിൽ ബയോകെമിക്കൽ രാസപ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയ ഒരു മീഡിയം എന്നതുകൊണ്ട്
ജീവജാലങ്ങൾ ഉത്ഭവിക്കുന്നതിന് അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് ജലം ആവശ്യമായ ഒരു ഘടകമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് പുറത്ത് മറ്റ് ഗ്രഹങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത അവിടുത്തെ ജലവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തി മാത്രമേ നമുക്ക് പഠിക്കുവാനും അല്ലെങ്കിൽ കണക്കാക്കുവാനും സാധ്യതയുള്ളൂ അല്ലെങ്കിൽ സാധിക്കുകയുള്ളൂ. Sufficient quantities of carbon and other elements along with water might enable the formation of living organisms on terrestrial planets with a chemical makeup and temperature range similar to that of Earth. ജലത്തോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മൂലകമാണ് കാർബൺ. കാർബൺ മറ്റ് പദാർത്ഥങ്ങളുമായി ചേർന്ന് അല്ലെങ്കിൽ മറ്റ് എലമെൻസുമായിട്ട് ചേർന്ന് സംയുക്തങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ ഫോർമേഷനിലേക്ക് മാറുമ്പോൾ അത് ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ അമിനോ ആസിഡുകൾ പോലെയുള്ള പദാർത്ഥങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കുന്നു. ഇങ്ങനെ അടിസ്ഥാന ഘടകങ്ങളുടെ രൂപപ്പെടൽ ഉയർന്ന പടിയിലേക്കുള്ള അല്ലെങ്കിൽ പ്രോകാരിയോട്ടിൽ നിന്നും യൂക്കാരിയോട്ടിലോട്ടേക്കുള്ള ജീവജാലങ്ങളുടെ ഉത്ഭവത്തിന് ഇടയാക്കുന്നു. അങ്ങനെ ആണ് ഭൂമിയിൽ ജീവൻ ഉരുത്തിരിഞ്ഞത് എന്ന് നമ്മൾ ബയോകെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാർബണിൻ്റെ സംയുക്തങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള എലമെൻറ്റ്സ് ജലത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ലൈഫ് രൂപപ്പെടാനുള്ള സാധ്യത എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കാർബൺ, ജലം അടിസ്ഥാനപരമായ ജീവന്റെ ഉത്ഭവത്തിന് അല്ലെങ്കിൽ ഉണ്ടാകലിന് വേണ്ടുന്ന ഘടകങ്ങളാണ്. About 29 elements play active role in living organism on earth. ഭൂമിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭൂമിയിലെ ജീവജാലങ്ങളുടെ എല്ലാം നിലനിൽപ്പ് അല്ലെങ്കിൽ അവയുടെ നിർമ്മാണ ഘടകങ്ങൾ 29 പ്രധാന എലമെന്റുകളാണ്. About 95% of living matter is built upon only 6 elements. ഇങ്ങനെ 21 കെമിക്കൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ 21 കെമിക്കൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ജീവജാലങ്ങളിൽ 95% 5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 5 പ്രധാനപ്പെട്ട പദാർത്ഥങ്ങളാണ് 95% ജീവജാലങ്ങളുടെ ശരീര നിർമ്മിക്കുക അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ നിർമ്മിതിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ് ആൻഡ് സൾഫർ. ഇവയാണ് പ്രധാനപ്പെട്ട ജീവജാലങ്ങളുടെ ഏറ്റവും ശരീര നിർമ്മിതിക്ക് ആവശ്യമായ 95% വേണ്ടുന്ന ഘടകങ്ങൾ. These 6 elements form the basic building block of virtually all life on earth. ഇങ്ങനെ ഈ 6 പ്രധാന മൂലകങ്ങളാണ് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന്, ഉത്ഭവത്തിന് അല്ലെങ്കിൽ നിലനിന്ന് പോകുന്നതിന് ഇടയാക്കിയിട്ടുള്ളത്. Whereas most of these remaining elements are found only in trace elements. അങ്ങനെ 29 പ്രധാനപ്പെട്ട മൂലകങ്ങളിൽ 6 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റ് ബാക്കി വരുന്ന 23 മൂലകങ്ങളും വളരെ ചെറിയ എമൗണ്ടിൽ ശരീര നിർമ്മിതിക്ക് ആവശ്യമാണ്. The unique characteristics of carbon make it uniquely that it could be replaced even on other planets to generate the biochemistry necessary for life. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ളത് കാർബൺ ആണെന്നുണ്ടെങ്കിൽ മറ്റ് പ്ലാനറ്റിൽ കാർബണിന് പകരമുള്ള ഏതെങ്കിലും മൂലകങ്ങൾ ആകാം എന്ന് കരുതുന്നു. The carbon atom has unique ability to make for strong chemical bonds with other atoms including other carbon atoms. കാർബണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ആറ്റങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് പദാർത്ഥങ്ങളുടെ ആറ്റങ്ങളുമായിട്ട് ബോണ്ടിങ്, ഹൈഡ്രജൻ ബോണ്ട് വഴി ബന്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ബന്ധപ്പെടുവാനും അതുവഴി പുതിയ മൂലകങ്ങൾ, സംയുക്തങ്ങൾ രൂപപ്പെടുവാനുമുള്ള കഴിവ് കാർബണിന് ഉണ്ട് എന്നുള്ളതാണ് കാർബണിനെ മറ്റ് പദാർത്ഥങ്ങളിൽ നിന്നും യുണീക്കാക്കി മാറ്റുന്നത്. These covalent bonds have a direction in space so that carbon atoms can form the skeleton of complex 3-dimensional structure, whereas definite architecture such as nucleic acid and proteins. ഇങ്ങനെ കാർബൺ ആറ്റങ്ങൾ മറ്റ് പദാർത്ഥങ്ങളുമായിട്ട് സംയോജിച്ച് പ്രോട്ടീനുകളും ന്യൂക്ലിക് ആസിഡുകളും നിർമ്മിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ
ജീവൻ്റെ അടിസ്ഥാന പദാർത്ഥങ്ങളായിട്ടുള്ള പ്രോട്ടീനുകളും ന്യൂക്ലിക് ആസിഡുകളും നിർമ്മിക്കുന്നത് കാർബൺ ആറ്റത്തിൻ്റെ ഈ മറ്റ് പദാർത്ഥങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് എലമെൻറ്റുകളുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടാനുള്ള പ്രത്യേകത കൊണ്ടാണ്. കാർബൺ ആറ്റം ഫോംസ് മോർ കോമ്പൗണ്ട്സ് ദാൻ ഓൾ അതർ എലമെൻറ്റ്സ് കമ്പൈൻഡ്. ഇങ്ങനെ കാർബൺ ആറ്റത്തിന് മറ്റ് ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് കാർബൺ ആറ്റത്തിന് ഏറ്റവും കൂടുതൽ കാർബണുമായിട്ട് ചേർന്ന് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കാർബണാണ് ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ ന്യൂക്ലിക് ആസിഡുകളും പ്രോട്ടീനുകളും അമിനോ ആസിഡുകളും നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് കാർബൺ ആറ്റത്തിന് അല്ലെങ്കിൽ കാർബൺ എന്ന പദാർത്ഥത്തിന് മറ്റ് മൂലകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങൾ അല്ലെങ്കിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളതാണ്. ദ ഗ്രേറ്റ് വെർസറ്റൈലിറ്റി ഓഫ് കാർബൺ ആറ്റം and its abundance in the visible universe make it the element most likely to provide the base of even exotic ones for the chemical combination of life on other planets. ഇങ്ങനെ ഭൂമിയിൽ കാർബൺ ആറ്റം അല്ലെങ്കിൽ കാർബണിൻ്റെ പ്രത്യേകത കൊണ്ട് ജീവൻ ഉണ്ടായി തുടങ്ങി, അല്ലെങ്കിൽ കാർബണിൻ്റെ ഈ റിയാക്ടിവിറ്റി കൊണ്ട് ജീവപദാർത്ഥങ്ങൾ ഉണ്ടാക്കപ്പെട്ടതുകൊണ്ട് മറ്റ് പ്ലാനറ്റുകളിലും ഇങ്ങനെ കാർബൺ ആറ്റത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാർബൺ ആറ്റത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ആയിരിക്കണം ജീവൻ ഉത്ഭവിച്ചിരിക്കുക എന്ന് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്ന കോൺസെപ്റ്റിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പ്ലാനറ്ററി ഹാബിറ്റാബിലിറ്റി ഇൻ സോളാർ സിസ്റ്റം, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത. കാരണം മറ്റ് സോളാർ സിസ്റ്റം എന്നുള്ളത് മിൽക്കി വേ എന്ന ഗാലക്സിയിലെ സൂര്യനും 8 ഗ്രഹങ്ങളും മാത്രം ചേരുന്ന ഒരു സംവിധാനമാണ്. മിൽക്കി വേയിൽ സൂര്യനെ പോലെയുള്ള ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയെ പോലെയുള്ള ധാരാളം ഗ്രഹങ്ങൾ മിൽക്കി വേയിൽ തന്നെ കാണാമെന്നും വിശ്വസിക്കുന്നു. എന്നിരുന്നാൽ സോളാർ സിസ്റ്റത്തിന് അപ്പുറത്തേക്ക് നമുക്ക് കാണുവാനും എത്തിപ്പെടാനുമുള്ള സാധ്യതകൾ ഇതുവരെയും സാധ്യമല്ല. അല്ലെങ്കിൽ നമുക്ക് ടെലിസ്കോപ്പിലൂടെ ആയാലും മറ്റ് ഗാലക്സികളുടെ വിദൂരമായ ദൃശ്യം ലഭിക്കുമെന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ നക്ഷത്രങ്ങളെക്കുറിച്ചോ ഗ്രഹങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മിൽക്കി വേയിലുള്ള സൂര്യനപ്പുറത്തുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും പഠിക്കുവാനും കാണുവാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമ്മളുടെ സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള പഠനം ഇതുവരെ മനുഷ്യന് സാധ്യമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്ന കോൺസെപ്റ്റിൽ സോളാർ സിസ്റ്റത്തിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ മാത്രമേ മനുഷ്യന് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. സം ബോഡീസ് ഇൻ ദ സോളാർ സിസ്റ്റം ഹാവ് ദ പൊട്ടൻഷ്യൽ ഫോർ എൻവയോൺമെന്റ് in which extraterrestrial life can exist, particularly those with possible subsurface oceans. സൂര്യൻ്റെ തന്നെ ഗ്രഹങ്ങളായ അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ വരുന്ന ചില ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. അവിടെ തന്നെ സബ്സർഫസ് ഓഷ്യൻസ്, സർഫസിന് താഴെയായിട്ട് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റിൽ അല്ലെങ്കിൽ സോളിഡിഫൈഡ് ആയിട്ടുള്ള പ്ലാനറ്റിൻ്റെ സർഫസിന് താഴെയായിട്ട്, സോളിന് താഴെയായിട്ട് ഓഷ്യൻസ്, സമുദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാം. അങ്ങനെ അത്തരം സമുദ്രങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഷുഡ് ലൈഫ് ഡിസ്കവേർഡ് എൽസ്വെയർ ഇൻ ദ സോളാർ സിസ്റ്റം, astrobiologists suggest that it will more likely to be in the form of extramorphile microorganisms. ഭൂമിക്ക് വെളിയിൽ സോളാർ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ ജീവൻ എന്ന് പറയുന്നത് എക്സ്ട്രീമോഫിൽ മൈക്രോ ഓർഗാനിസംസ് എന്നുള്ളവയായിരിക്കും. എക്സ്ട്രീമോഫിൽ മൈക്രോ ഓർഗാനിസംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്ട്രീം എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ ജീവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ സാധ്യതയുള്ള ജീവജാലങ്ങളെയാണ് എക്സ്ട്രീമോഫിൽ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. മാർസ് മേ ഹാവ് നിഷ് സർബസ് എൻവയോൺമെൻറ്റ്സ് വേറസ് മൈക്രോബിയൽ ലൈഫ് മൈറ്റ് എക്സിസ്റ്റ്. സോളാർ സിസ്റ്റത്തിൽ തന്നെ
മാർസിൽ ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നു. A subsurface marine environment on Jupiter's moon Europa might be the most likely habitat in the solar system. അതുപോലെ തന്നെ ജൂപ്പിറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൂണായ യൂറോപ്പ എന്ന് പറയുന്ന മൂണിലും അല്ലെങ്കിൽ ഉപഗ്രഹത്തിലും ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഔട്ട്സൈഡ് എർത്ത് ഫോർ എക്സ്ട്രീമോഫിൽ മൈക്രോ ഓർഗാനിസംസ്. ഇങ്ങനെ ഭൂമിക്ക് വെളിയിൽ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുള്ള രീതിയിൽ എക്സ്ട്രീമോഫിൽ മൈക്രോ ഓർഗാനിസം മാത്രമേ ഉണ്ടാകൂ എന്ന് സോളാർ സിസ്റ്റത്തിൽ നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോ ഗ്രഹങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആദ്യം നമുക്ക് നോക്കാം മെർക്കുറി. ദ സ്പേസ് ക്രാഫ്റ്റ് മെസഞ്ചർ ഫൗണ്ട് എവിഡൻസ് ഓഫ് മച്ച് ഐസ് ഓൺ മെർക്കുറി. നാസയുടെ സ്പേസ് ക്രാഫ്റ്റായ മെസഞ്ചർ മെർക്കുറി എന്ന ഗോളത്തിൽ ഐസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. There may be scientific support based on studies reported in March 2020 for considering that parts of the planet Mercury may have been habitable and perhaps life forms, albeit likely primitive microorganisms, may have existed on the planet. മെർക്കുറി എന്ന പ്ലാനറ്റിൽ ഐസിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഐസി ഫോർമേഷൻ, അതിൻ്റെ ഐസ് ഫോർമേഷനുള്ള സ്ഥലങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സ്ട്രീമോഫിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാം എന്ന്. അതിൻ്റെ അറ്റ്മോസ്ഫിയറിലാണ്, അതിൻ്റെ സർഫസിലല്ലാതെ. കാരണം വളരെ ഹോട്ടായിട്ടുള്ള ഒരു കണ്ടീഷനാണ് മെർക്കുറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ സർഫസിൽ ഏതെങ്കിലും സർഫസ് ഏരിയയിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വൺ, വീനസ്. ഇൻ ദ ഏർലി 20th century, Venus was considered to be similar to that of Earth for habitability, but observation since the beginning of the space age revealed that the Venus surface temperature is around 467 degrees Celsius, making it inhospitable for Earth-like life. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ധാരണ ഭൂമിയെ പോലെയുള്ള ഒരു ഗ്രഹമാണ് വീനസ് എന്നായിരുന്നു. എന്നാൽ നമ്മളുടെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റവല്യൂഷൻസ് സംഭവിച്ചപ്പോൾ വീനസിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അതിൻ്റെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 467 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ 467 ഡിഗ്രി സെൽഷ്യസിൽ ജീവജാലങ്ങൾ അതിൻ്റെ സർഫസിൽ ഉണ്ടാകാനുള്ള സാധ്യത വിദൂരമാണ്. Likewise, the atmosphere of Venus is almost completely carbon dioxide, which can be toxic to Earth-like life. അതുപോലെ തന്നെ വീനസിൻ്റെ അറ്റ്മോസ്ഫിയർ പൂർണ്ണമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് നിറഞ്ഞതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ടോക്സിക് ആയതുകൊണ്ട് ഭൂമിയെ പോലെയുള്ള ഒരു ജീവജാലങ്ങളുടെ സാന്നിധ്യം വീനസിൽ അപ്രാപ്യമാണ്. Between the altitude of 50 and 65 kilometers, the pressure and temperature are like Earth-like, and it may accommodate thermoacidophilic extremophile microorganisms in the acidic upper layers of Venusian atmosphere. വീനസിലുള്ള ജീവജാലങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ ധരിക്കുന്നത് ഇങ്ങനെയാണ്: 50 മുതൽ വീനസിൻ്റെ സർഫസിൽ നിന്ന് 50 മുതൽ 65 കിലോമീറ്റർ മുകളിലേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുമ്പോൾ ഭൂമിയുമായി താരതമ്യം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ നമുക്കവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് തെർമോഫിലിക് ചൂടിനെ അതിജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ വ്യത്യാസത്തെ അതിജീവിച്ചുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ജീവജാലങ്ങളുടെ സാന്നിധ്യം പ്രവചിക്കുക മാത്രമാണ് വീനസിനെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, മാർസ്. ലൈഫ് ഓൺ മാർസ് ഹാസ് ബീൻ speculated. Liquid water is widely thought to have existed on Mars in the past and now can occasionally be found as low volume liquid salt water in shallow Martian soil.
ഏറ്റവും കൂടുതൽ എക്സ്പെഡീഷൻസ് നടക്കുന്ന ഒരു ഗ്രഹമാണ് മാർസ്. ജീവൻ ഉണ്ടാകാം എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുകയും നമ്മൾ ചെയ്യുന്നു. മാർസിൽ നടത്തിയിട്ടുള്ള ധാരാളം പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ മാർസിൻ്റെ സർഫസ് ഒരു ലിക്വിഡായിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ വാട്ടറിനെ പോലെയുള്ള സോൾട്ട് വാട്ടറെ പോലെയുള്ള അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തെ പോലത്തിൻ്റെ സാന്നിധ്യവും അല്ലെങ്കിൽ ഉണ്ടാകാമെന്ന് വിശ്വസിക്കുന്നു. ദ ഒറിജിൻ ഓഫ് ദ പൊട്ടൻഷ്യൽ ബയോ സിഗ്നേച്ചർ ഓഫ് മീഥേൻ ഒബ്സർവ്ഡ് ഇൻ മാർസ് അറ്റ്മോസ്ഫിയർ ഈസ് unexplained, although hypothesis not involving life has also been proposed. അതുപോലെ തന്നെ നാസയിൽ നിരവധിയായി നടത്തിയ പരീക്ഷണം, നാസയിൽ നിന്ന് നടത്തപ്പെട്ട പരീക്ഷണങ്ങൾ മാർസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ മീഥെയിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയുണ്ടായി. ഇത് എങ്ങനെയാണ് മീഥെയിൻ ലൈഫിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. അത് ഓർഗാനിക്കായിട്ടും ഇനോർഗാനിക്കായിട്ടും ഉള്ള അല്ലെങ്കിൽ എയ്റോബിക് അനറോബിക് റെസ്പിറേഷനിലും മീഥെയിൻ ഉണ്ടാകാം. അനറോബിക് റെസ്പിറേഷനിൽ മീഥെയിൻ്റെ സാന്നിധ്യം ഉണ്ടാകാം. അപ്പോൾ അനറോബിക് റെസ്പിറേഷനാണ് മീഥെയിൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അനറോബിക് ആയിട്ടുള്ള ജീവജാലങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത മാർസിലുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പിന്നീട് നമുക്ക് ലഭ്യമായിട്ടില്ല. മീഥെയിൻ്റെ സാന്നിധ്യം നാസ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫ് ഉണ്ടാകാനുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു ഗ്രഹമാണ് മാർസ് എന്ന് പറയുന്നത്. There is evidence that Mars had a warmer and wetter past. Dried up riverbeds, polar ice caps, volcanoes, and minerals that form in the presence of water has all been found. Nevertheless, present conditions on Mars surface may support life. മാർസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാലത്ത് മാർസിൻ്റെ പാസ്റ്റ്, ഭൂതകാലം എന്ന് പറയുന്നത് ധാരാളം ജലമുണ്ടായിരുന്നതും ചൂടുള്ളതുമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ലൈഫിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കണ്ടീഷനും മാർസിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എവിഡൻസുകൾ, തെളിവുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാർസ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. Evidence obtained by the Curiosity rover in 2013 strongly suggests that an ancient freshwater lake that could have been hospitable environment for microbial life. ഏറ്റവും കൂടുതൽ എക്സ്പ്ലോറേഷൻ നടത്തിയത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2013 ക്യൂരിയോസിറ്റിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർസിൽ വലിയ തടാകങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകൾ ലഭ്യമാണ്. അപ്പോൾ ഇത്തരം തടാകങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾക്ക് എത്തിച്ചപ്പെടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളുടെ നമ്മളുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, അവിടെയൊക്കെ ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് വിരൽ ചൂണ്ടുന്നത്. കറന്റ് സ്റ്റഡീസ് ഓൺ മാർസ് ബൈ ദ ക്യൂരിയോസിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി റോവേഴ്സ് ആർ searching for evidence of ancient life, including a biosphere-based and autotrophic, chemotrophic and or chemoautotropic microorganisms. ഇങ്ങനെ മാർസിൻ്റെ ഭൂതകാലം ഒരു ജീവജാലത്തിന് അല്ലെങ്കിൽ ജീവിവർഗത്തിന് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റിയത് ആയിരുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്യൂരിയോസിറ്റിയും ഓപ്പർച്യൂണിറ്റിയും അവിടെ മുൻപുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ചിട്ടാണ് കൂടുതൽ പഠിക്കുന്നത്. അവിടെ ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ളതോ കീമോട്രോപ്പിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലിത്തോ ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള ജീവജാലങ്ങളുടെ സാന്നിധ്യവും പരിശോധിക്കുന്നുണ്ട്. ലിത്തോ ഓട്ടോട്രോപ്പിക് എന്ന ഓർഗാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ഒബ്റ്റെയിൻസ് എനർജി ബൈ ഓക്സിഡൈസിങ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ജീവജാലങ്ങളെയാണ് ലിത്തോ ഓട്ടോട്രോപ്പിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ആസ് വെൽ ആസ് ഏൻഷ്യന്റ് വാട്ടർ ഇൻക്ലൂഡിങ് ഫ്ലൂവിയോ ലോക്കോസ്ട്രെയിൻ എൻവിറോൺമെൻറ്റ്സ്. അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയും ഓപ്പർച്യൂണിറ്റിയും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ, അതായത് ഭൂതകാല ജലത്തിൻ്റെ സാന്നിധ്യവും പരിശോധിക്കുന്നുണ്ട്. ഫ്ലൂവിയോ
ലാക്കോസ്റ്റൈൻ എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലെയിൻസ് റിലേറ്റഡ് ടു ഏൻഷ്യൻ്റ് റിവേഴ്സ് ഓർ വാട്ടർ. അതായത് ഭൂതകാലത്ത് ഒരിക്കൽ ലേക്സും റിവേഴ്സും ഉണ്ടായിരുന്നു, അതിൻ്റെ സാന്നിധ്യം പരിശോധിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളെയാണ് ഫ്ലൂവിയൻ ലോക്കസ്ട്രെയിൻ എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഭൂമിയെപ്പോലെ ഹാബിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവന് നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രഹമായിരുന്നു എന്ന് തന്നെയാണ് മാർസിനെ കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. ഇനി സിറസ്, the only dwarf planet in the asteroid belt, has a thin water vapor atmosphere. സൂര്യൻ്റെ ചുറ്റും അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിലെ ഒരു ഡോർഫ് പ്ലാനറ്റാണ് സിറസ് എന്ന് പറയുന്നത്. സിറസിൻ്റെ സർഫസിൽ വാട്ടർ വേപ്പറിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ദ വേപ്പർ കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഐസ് വോൾക്കാനോസ് ഓർ ബൈ ഐസ് നിയർ ദ സർഫസ് സബ്ലിമേറ്റിംഗ്. അതായത് സിറസിൻ്റെ അടിയിൽ നിന്നും അല്ലെങ്കിൽ സോളിഡിഫൈഡ് ആയിട്ടുള്ള സർഫസിന് അടിയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ വോൾക്കാനോസിൽ പോലെയുള്ള ഇറപ്ഷൻ വഴി പുറത്തേക്ക് വന്നിട്ടുള്ള ജലകണങ്ങളാകാം സിറസിൻ്റെ സർഫസിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്നു. Nevertheless, the presence of water on Cirrus had lead to speculation that life may be possible there. അതുപോലെ സിറസ് എന്ന ഡ്വാർഫ് പ്ലാനറ്റിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ സാന്നിധ്യം അവിടെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചായിട്ടാണ് വിരൽ ചൂണ്ടുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫ്യൂ പ്ലേസസ് ഇൻ ദ സോളാർ സിസ്റ്റം വെയറസ് സയൻറ്റിസ്റ്റ് വുഡ് ലൈക്ക് ടു സെർച്ച് ഫോർ പോസിബിൾ സൈൻസ് ഓഫ് ലൈഫ്. സോളാർ സിസ്റ്റത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള സിറസ് എന്ന ഡാർക്ക് പ്ലാനറ്റിൽ ജീവൻ്റെ കണങ്ങളെക്കുറിച്ച് ശാസ്ത്രലോകം കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. ഓൾദോ ദ ഡാർക്ക് പ്ലാനറ്റ് മൈറ്റ് നോട്ട് ഹാവ് ലിവിങ് തിങ്സ് ടുഡേ, there could be signs of harboring life in the past. ഇന്ന് അവിടെ ജീവൻ്റെ സാന്നിധ്യം കാണുന്നില്ല എന്നുണ്ടെങ്കിലും ജീവൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഗ്രഹമായിട്ട് തന്നെയാണ് സിറസ് എന്ന ഡ്വാർഫ് പ്ലാനറ്റിനെ കണക്കാക്കിയിട്ടുള്ളത്. ഇനി സം ഓഫ് ദ ജൂപ്പിറ്റേഴ്സ് മൂൺസ് മേ ഹാവ് ഹാബിറ്റാറ്റ്സ് കേപ്പബിൾ ഓഫ് സസ്റ്റൈനിങ് ലൈഫ്. ഇനി ഏറ്റവും കൂടുതൽ ജീവൻ്റെ സാധ്യത ഉള്ളതായിട്ട് കണക്കാക്കുന്നത് ഏറ്റവും വലിയ ഗ്രഹങ്ങളിലൊന്നായ ജൂപ്പിറ്ററിൻ്റെ മൂണുകളിലാണ്. സയൻറ്റിസ്റ്റ് ഹാവ് ഇൻഡിക്കേഷൻസ് ദാറ്റ് ഹീറ്റഡ് സബ്സർഫസ് ഓഷ്യൻസ് ഓഫ് ലിക്വിഡ് വാട്ടർ മേ എക്സിസ്റ്റ് ഡീപ് എൻഡർ ദ ക്രസ്റ്റ് ഓഫ് 3 ഔട്ടർ ഗാൽറ്റിയൻ മൂൺസ്, യൂറോപ്പ, ഗാനിമിഡെ ആൻഡ് കാലിസ്റ്റോ. ജൂപ്പിറ്ററിൻ്റെ ഏറ്റവും വലിയ മൂണുകളായിട്ടുള്ള യൂറോപ്പയിലും ഗാനിമിഡയിലും കാലിസ്റ്റോയിലും അതായത് ലിക്വിഡ് വാട്ടർ അതിൻ്റെ സർഫസിന് അടിയിലായിട്ട് ലിക്വിഡ് വാട്ടറിൻ്റെ സാന്നിധ്യം ഉണ്ടാകാമെന്ന് കണക്കാക്കുന്നു. യൂറോപ്പ. ഇനി യൂറോപ്പയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് യൂറോപ്പ, ദ ബ്ലൂ ഈസ് എ സർഫസ് ഓഷ്യൻ. Such subsurface oceans could possibly harbor life. ജൂപ്പിറ്ററിൻ്റെ മൂണായ യൂറോപ്പയിൽ ഈ കാണുന്നത് സബ്സർഫസ് ഓഷ്യൻ ആണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ സബ്സർഫസ് ഓഷ്യനിൽ ജീവൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ശാസ്ത്രജ്ഞന്മാർ പ്രവചിക്കുന്നു. Jupiter's moon Europa has been the subject of speculation about the existence of life due to the strong possibility of liquid water ocean beneath its surface. യൂറോപ്പ നമുക്ക് കാണുന്നത് എങ്ങനെയാണ്? യൂറോപ്പയുടെ സബ്സർഫസിൽ ലിക്വിഡ് വാട്ടറിൻ്റെ എല്ലാ സാന്നിധ്യവും ശാസ്ത്രജ്ഞന്മാർ പ്രവചിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്പയിൽ ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. Hydrothermal vents on the bottom of the ocean, if they exist, may warm the water and could be capable of supplying nutrients and energy to microorganisms. ഇങ്ങനെ യൂറോപ്പയുടെ അകക്കാമ്പിൽ നിന്ന് അല്ലെങ്കിൽ കോറിൽ നിന്നും രൂപപ്പെടുന്ന ഹൈഡ്രോതെർമൽ വെൻസ്, വെള്ളം ചൂടായി പുറത്തേക്ക് വരുന്നത്,
ജീവന്റെ കണങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ദാറ്റ് യൂറോപ്പ കുഡ് സപ്പോർട്ട് എയ്റോബിക് microfauna using oxygen created by cosmic rays impacting its surface ice. അതുപോലെ തന്നെ ഇങ്ങനെ യൂറോപ്പയുടെ അടിയിലുള്ള ജലം ചൂടായി പുറത്തേക്ക് വരുന്നത് കൊണ്ടും സൂര്യനിൽ നിന്നുള്ള കോസ്മിക് റേസിൻ്റെ സാന്നിധ്യത്താൽ ഓക്സിജൻ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ടും ജീവന്റെ കണങ്ങൾ യൂറോപ്പയിൽ ഉണ്ടാകാമെന്ന് ശാസ്ത്രലോകം ഉറപ്പായും വിശ്വസിക്കുന്നുണ്ട്. ഇനി മറ്റൊരു മൂണായ എൻസെലഡാസിലേക്ക് നോക്കാം. എൻസെലഡാസ്, എ മൂൺ ഓഫ് സാറ്റേൺ, has some of the conditions for life, including geothermal activity and water vapor, as well as possible under ice oceans heated by tidal effects. ഇനി ജീവന്റെ സാധ്യത കണക്കാക്കുന്നത് ശനിയുടെ സാറ്റേണിൻ്റെ മൂണായ എൻസെലഡാസ് എന്ന ഉപഗ്രഹത്തിലാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഒരു ഗ്രഹമാണ് സാറ്റേൺ. ആ സാറ്റേണിലെ എൻസെലഡാസ് എന്ന ഗ്രഹത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഐസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ദ കാസിനി-ഹൈജൻസ് പ്രോബ് ഡിറ്റക്റ്റഡ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ആൻഡ് ഓക്സിജൻ, ഓൾ കീ എലമെന്റ്സ് ഫോർ സപ്പോർട്ടിംഗ് ലൈഫ് ഇൻ എൻസെലഡാസ്. ഭൂമിക്ക് വെളിയിൽ ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും ഉൾപ്പെടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഉപഗ്രഹമാണ് സാറ്റേണിൻ്റെ എൻസെലഡാസ്. അതുകൊണ്ട് തന്നെ ജീവന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലായിട്ട് പ്രവചിക്കപ്പെടുന്നത് എൻസെലഡാസ് എന്ന ഉപഗ്രഹത്തിൽ തന്നെയാണ്. അതുപോലെ ശനിയുടെ മറ്റൊരു ഉപഗ്രഹമാണ് ടൈറ്റൻ. ദ ലാർജസ്റ്റ് മൂൺ ഓഫ് സാറ്റേൺ ഇസ് ദ ഓൺലി നോൺ മൂൺ ഇൻ ദ സോളാർ സിസ്റ്റം വിത്ത് എ സിഗ്നിഫിക്കൻറ്റ് അറ്റ്മോസ്ഫിയർ. സാറ്റേണിൻ്റെ ഏറ്റവും വലിയ മൂണായ ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം ഒരു സിഗ്നിഫിക്കൻ്റ് അറ്റ്മോസ്ഫിയർ, ഒരു വ്യക്തമായിട്ടുള്ള അന്തരീക്ഷം, വായുവിൻ്റെ ഒരു അന്തരീക്ഷം കാണപ്പെടുന്നു എന്നുള്ളത് ടൈറ്റൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഡേറ്റ ഫ്രം കാസിനി-ഹൈജൻസ് മിഷൻ disproved the hypothesis of a global hydrocarbon ocean, but later demonstrated the existence of liquid hydrocarbon lake in the polar regions, the first stable bodies of surface liquid discovered outside Earth. ടൈറ്റൻ്റെ പ്രത്യേകത അവിടെ വ്യക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രത്യേകത. രണ്ടാമത്തെ കാസിനി-ഹൈജൻസ് മിഷൻ വഴി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ പോളാർ റീജിയനിൽ ഹൈഡ്രോകാർബൺ ലേക്സ്, ഹൈഡ്രോകാർബണിൻ്റെ, വാട്ടറിൻ്റെ അല്ലാതെ ഹൈഡ്രോകാർബണിൻ്റെ തടാകങ്ങൾ ഉണ്ടായതായിട്ട് അല്ലെങ്കിൽ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. The first stable bodies of surface liquid discovered outside Earth. ഭൂമിക്ക് വെളിയിൽ സ്ഥിരമായിട്ടുള്ള ജലത്തിൻ്റെ പോലെയുള്ള ലിക്വിഡിൻ്റെ ഒരു സാന്നിധ്യം കണ്ടെത്തിയത് ടൈറ്റനിലാണ്. ഇവിടെ വാട്ടറിന് പകരം ഹൈഡ്രോകാർബൺ ആണ് ലിക്വിഡായിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. അനാലിസിസ് ഓഫ് ഡേറ്റ ഫ്രം ദ മിഷൻ ഹാസ് uncovered aspects of atmospheric chemistry near the surface that are consistent with but do not prove the hypothesis that organisms there, if present, could be consuming hydrogen, acetylene and ethane and producing methane. ഇങ്ങനെ ഭൂമിക്ക് വെളിയിൽ ജലത്തിന് പകരം ഒരു ദ്രാവകത്തിൻ്റെ സാന്നിധ്യമുള്ള ഉപഗ്രഹം എന്നുള്ളത് ടൈറ്റൻ ആണെന്നിരിക്കെ, ടൈറ്റനിൽ ജീവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ജീവനുണ്ടെങ്കിൽ അത് ഹൈഡ്രജൻ ശ്വസിക്കുകയും അല്ലെങ്കിൽ അസറ്റിലിൻ, ഈതെയിൻ പോലെയുള്ളവ ശ്വസിക്കുകയും അതിൽ നിന്ന് മീതെയിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന ജീവജാലങ്ങൾ ആയിരിക്കാം എന്ന് ടൈറ്റനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. ഇത്രയുമാണ് ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ച് മനുഷ്യൻ നടത്തിയിട്ടുള്ള
പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും. ഇവിടെയൊക്കെ ജീവൻ ഉണ്ടാകാമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ഫോർത്ത് സിവിലൈസേഷൻ, അതായത് പ്രപഞ്ചത്തിൻ്റെ ഊർജം ഉപയോഗിക്കാൻ കഴിയുന്ന ജീവജാലമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഗാലക്സികളിൽ നിന്നും ഗാലക്സികളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. സോളാർ സിസ്റ്റത്തിൽ തന്നെ നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിൽ തന്നെ എല്ലാ സോളാർ സിസ്റ്റത്തിലും നമുക്ക് എത്തിപ്പെടാൻ കഴിയും. അങ്ങനെ ഭൂമിയിലേതുപോലെയുള്ള ജീവജാലങ്ങളുടെ സാന്നിധ്യം മറ്റുള്ള സ്ഥലത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ എത്തിപ്പെടാനുള്ള സാധ്യതകൾ അതിവിദൂരമല്ല. അതുകൊണ്ട് തന്നെ ജീവൻ്റെ കണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം മനുഷ്യൻ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയുമാണ് ഈ ക്ലാസ്സിലുള്ളത്. നമുക്ക് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്ന ടോപ്പിക്കിൽ 2 ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് വരിക. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. വാട്ട് ഈസ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. എന്നിരുന്നാലും നമ്മൾ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്നതിനെക്കുറിച്ച് അല്പം വിശദാംശങ്ങൾ കൂടുതലായി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.